കുട്ടി കരയുകയാണ് ഗൈസ്. നല്ല മടിയുണ്ട് ഗൈസ് എക്സസൈസ് ചെയ്യാൻ. വണ്ണം കൂടണ്ടേ? എക്സസൈസ് ചെയ്യണ്ടേ? ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കാഴ്ച തന്നെ കണ്ണനും കല്യാണിനും തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കല്യാണി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് അവൻ ചിലപ്പോൾ ഉറക്കപ്പിച്ചയിലൊക്കെ കിടക്കുകയാണെങ്കിൽ അവനെ നല്ല രീതിയിൽ അങ്ങനെ ആക്റ്റീവാക്കി എടുക്കാറുണ്ട് കേട്ടോ അവൾ. കല്യാണി ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ മിക്കവരും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെയും കിടക്കണം മടി പിടിച്ച് അങ്ങനെയല്ല കേട്ടോ അവൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അപ്പം എണീറ്റെൻ്റെ പിന്നാലെ വരും. അങ്ങനെയാണ് ആളങ്ങനെ മടി പിടിച്ച് കിടക്കലൊന്നുമില്ല. ഇതിപ്പോൾ ആൾക്ക് കിടക്കലിരിക്കലിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ആൾക്ക് എപ്പോഴും കളിച്ചുകൊണ്ട് നടക്കണം, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ കണ്ണൻകുട്ടീനെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര വിശേഷം എന്നോട് പറയാം, കണ്ണൻ ചെയ്യേണ്ട ഞാൻ മര്യാദ പഠിപ്പിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് മര്യാദ എന്നാൾ ഉദ്ദേശിച്ചത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്നൊക്കെയാണ്. അവൾക്ക് അറിയില്ലല്ലോ. ആൾക്ക് എന്തെങ്കിലും ഒരു വേട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ അതും ഇട്ടിങ്ങനെ പിടിച്ചൊക്കെ നിൽക്കും കേട്ടോ. പിന്നെ കല്യാണി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻ രാത്രി കിടക്കുമ്പോഴേ അവിടെ വെച്ചിരിക്കുന്ന ആ കാലകത്ത് വയ്ക്കുന്ന സംഭവം നടാൻ കണ്ണൻ സമ്മതിക്കാറില്ല. വാശിയാണ്, കരച്ചിലാണ്. ഗേറ്റർ ഇടാനാണെങ്കിലും ഭയങ്കര ദേഷ്യമൊക്കെയാണ്. എന്നാലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ കുറച്ച് നേരമൊക്കെ ഞാൻ അവന് ഇട്ട് കൊടുക്കും. പക്ഷെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര കരച്ചില്ല, ആ ദൂരുന്നത് വരെ കരഞ്ഞും കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ കുറേ നേരം കരയുന്നത് കാണുമ്പോഴേ അവനത്ര പെയിനായിട്ടൊന്നുമല്ല അവൻ കരയുന്നത്. അത് അവൻ്റെ ഒരു കുഞ്ഞു സൂത്രമാണ് അവൻ കരയുന്നത്. അവനറിയാം അവൻ കരഞ്ഞു കഴിഞ്ഞാൽ കുറേ കരയുമ്പോൾ ഞാൻ അത് ഊരി കൊടുക്കുന്ന അവനറിയാം. അപ്പോൾ അത് അവൻ്റെ ഒരു കുഞ്ഞു സൂത്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ എണീറ്റ് കല്യാണിയൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരം അവനിങ്ങനെ ആകെ വളച്ചൊക്കെ വെച്ചിരിക്കുകയായിരിക്കും കാലൊക്കെ. പില്ലോ ഒക്കെ വെച്ചിട്ട് ഞാൻ നിവൃത്തിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ കുഷ്യനും പില്ലോ ഒക്കെ വെച്ചിട്ട് നിവൃത്തിയൊക്കെ വെച്ചാൽ കൂടെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് വളച്ചൊടിച്ച് ആകതാക്കിയൊക്കെ വെക്കും. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ കാലൊന്ന് സ്ട്രൈറ്റ് ആക്കിയൊക്കെ കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ ചിലപ്പോൾ അങ്ങനെ തന്നെ വളച്ചൊക്കെ വയ്ക്കും. പിന്നെ ആൾ കളിക്കുമ്പോഴൊക്കെ നിവർത്തി കൂടുതലും വളച്ച് വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പായലൊക്കെ കിടത്തുമ്പോൾ നിവർത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നിവർത്തുമ്പോൾ രാവിലെ നിവർത്തുമ്പോൾ ആൾക്ക് ചെറിയ പെയിനൊക്കെയാണ്. പക്ഷെ കരയില്ല കേട്ടോ. ഞാൻ എന്തൊക്കെ തന്നെ ചെയ്താലും അവൻ കരയില്ല, അവൻ ചിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു വാശി ചെറുതായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയാം, കണ്ണ അവിടെ ക്യാമറ ഓണാട്ടാന്ന് പറഞ്ഞ് വശം പിന്നെ ആൾക്ക് കരയാൻ നാണക്കേടായി. ആൾക്കറിയാം, അതൊക്കെ ആൾക്കറിയാം. അപ്പോൾ പിന്നെ അപ്പോൾ ക്യാമറയിലേക്ക് നോക്കിയിട്ടായിട്ട് ചിരിക്കില്ലേ, അയ്യോ കരഞ്ഞു കഴിഞ്ഞ് നിങ്ങളൊക്കെ കാണില്ലേ, അമ്മ മാത്രമല്ലല്ലോ കാണുന്നതെന്നുള്ളത് ആൾക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ആൾ കരയാതെ ക്യാമറയിലേക്ക് ഞാൻ ചില സമയത്തൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പോലും വെറുതെ ട്രൈപ്പോഡിൽ ഫോണൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഞാൻ പറയും, ചിലപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിലൊക്കെ ആൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആൾ കരയാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ആൾക്ക് ഇഷ്ടമാണ്. മൊത്തത്തിൽ ആൾ അങ്ങനെ ഒരു കാര്യത്തിനോട് എന്നാൽ വാശിയൊന്നും പിടിക്കാറില്ല, ആൾക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയുന്നത് ക്യാമറ ഓണാണ് കേട്ടോ, എല്ലാവരും കാണട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഡീസൻ്റായിട്ടൊക്കെ എല്ലാത്തിനോടും നല്ല രീതിയിൽ സഹകരിക്കും. അല്ലെങ്കിൽ അവൻ സഹകരിക്കും, പക്ഷെ എന്തെങ്കിലും ഇപ്പോൾ ചില സമയം നമ്മൾ എപ്പോഴും എല്ലാവരുടെയും മൂഡ് ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ആൾക്കൊരു മുഷാട്ട കയറിയിരിക്കുന്ന സമയമാണെങ്കിൽ വാശിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് നേരം കാലമൊക്കെ എക്സസൈസ് ചെയ്തൊക്കെ കൊടുത്തപ്പോൾ കണ്ടില്ലേ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു പൊസിഷനിങ്ങിൽ വേണം കിടക്കാനായിട്ട്. അല്ല വളഞ്ഞൊടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ എപ്പോഴും അവർ അങ്ങനെ അവരായിട്ട് അത് യൂസ് ചെയ്യുന്നില്ലല്ലോ കാലും കൈയൊക്കെ. അപ്പോൾ എപ്പോഴും നിവർത്തിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ തന്നെ ആയി പോകും നമ്മളുടെ. അപ്പോൾ അത് എങ്ങനെ എപ്പോഴും വെക്കാന്നുള്ളത് നടപടിയാവുന്ന കാര്യമല്ല, അവനും കൂടെ അതിന് സഹകരിക്കണം. പക്ഷെ ഞാൻ അങ്ങനെ കുറച്ച് നേരം ചെയ്തപ്പോൾ കണ്ടില്ലേ, ആൾ നിവർന്ന് നല്ല സ്റ്റഡി ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല സമയങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ആളിങ്ങനെ നേരെയൊക്കെ കിടക്കും. ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ നൈറ്റിൽ കിടക്കുമ്പോൾ, പക്ഷെ നൈറ്റിൽ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ചിലപ്പോൾ സ്ട്രൈറ്റ് തന്നെ ആയിട്ടായിരിക്കും കിടക്കുക, കുറച്ച് സമയമല്ലേ കിടക്കാം. പക്ഷെ നൈറ്റിലാകുമ്പോൾ ശരിയാവില്ല എന്ന് വെച്ചാൽ ആൾ ഒരു ഉറക്കം കഴിയുമ്പോഴൊക്കെ ആൾ വളച്ചൊടിച്ചൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും നെറ്റിപ്പട്ട ഉണ്ടാക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് അവനെ പായയിൽ കിടത്തിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കിടത്തൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വളരെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. എപ്പോഴും നടുന്നി വരാനൊക്കെ ഇരുത്തുന്നതൊക്കെ തന്നെയാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ പലരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കട്ടിലിരുത്തിയപ്പോഴൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർണർ സീറ്റ് ഞാനത് ഉണ്ടാക്കിക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറേ നടന്നു. പക്ഷേ
എനിക്ക് ശരിയായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് താഴെ തന്നെ കോർണർ സീറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വുഡ് കൊടുത്തിട്ട് ഉള്ളിൽ എന്തെങ്കിലും അപ്പോൾസ്റ്ററി വർക്കൊക്കെ ചെയ്ത് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. അതിനിപ്പോൾ ആരെങ്കിലും അതുണ്ടാക്കാൻ പറ്റിയവരെ കിട്ടുമ്പോൾ അതൊന്ന് സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം കുറേ പില്ലോവും കുഷ്യനും ഒക്കെ എടുത്ത് വെച്ച് കൊണ്ടുവന്ന് കാണാൻ എങ്ങനെ ഇരുത്തുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കണ്ണൻകുട്ടിക്ക് ഇപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ഒട്ടുമിക്കല്ല, ഞാൻ ആകെ ചെയ്യാത്തൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്യുപഞ്ചറാണ് കേട്ടോ. എക്യുപഞ്ചറിനോട് എനിക്ക് എന്തോ പണ്ട് മുതലൊക്കെ ഒരു താല്പര്യമില്ലാത്തൊരു ചികിത്സയാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഞാൻ എക്യുപഞ്ചർ ചെയ്തിട്ടില്ല. ബാക്കി ഒട്ടുമിക്ക എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ കണ്ണിന് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ എക്യുപഞ്ചർ പലരും വന്ന് പറയാറുണ്ട്, എക്യുപഞ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എവിടെയോ അങ്കമാലിയോ ആ ഭാഗത്ത് എവിടെയൊക്കെയോ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും കൊണ്ടുപോയിട്ട് ചിലവർക്കൊക്കെ ചേഞ്ചസ് ആയതും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചിലർക്കൊന്നും താല്പര്യമില്ലാതെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ താല്പര്യമില്ലാത്തത് കാരണം ഞാൻ ഇതുവരെ കാണാൻ അക്യുപഞ്ചറിന് കൊണ്ടുപോയില്ല. ബാക്കി ഇപ്പോൾ ഇംഗ്ലീഷാണെങ്കിലും നമ്മൾ അതിൻ്റെ ഫിറ്റ്സിൻ്റെ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ടൈറ്റ്നസിൻ്റെ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, വൈറ്റമിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും അവരുടെ ബോഡി ടൈറ്റ് ആവാതെ മസിൽസൊക്കെ ഒന്ന് വയ്ക്കുക, അതിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർക്ക് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ണനെയൊക്കെ സംബന്ധിച്ച് എനിക്ക് നടക്കാനായിട്ട് ട്രീറ്റ്മെൻറ്റ്, ഇരിക്കാനായിട്ട് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ല. നമുക്ക് അവരുടെ മസിൽസൊക്കെ ടൈറ്റ് ആവാതെ ഈ ഉള്ള കണ്ടീഷനിൽ നിന്ന് ഇതിലും പുറകോട്ട് പോവാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് തെറാപ്പികൾ ഇപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ആയുർവേദം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് നല്ല നല്ല കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആരെവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി അവിടെ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറേ വർഷമായില്ലേ, നമ്മളിപ്പോൾ എല്ലാവിടേക്കും പോയി ചികിത്സകൾ ചെയ്തു, പല അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി. ഒരാൾ പറയുമ്പോഴേക്കും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും എല്ലായിടത്തു നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ അമ്പലത്തിൽ പോയി, പള്ളിയിൽ പോ, ആശുപത്രിയിൽ പോ, ആ ഡോക്ടർ നല്ലതാണ്, അവിടെ പോയിട്ട് കുറേ പേർക്ക് വ്യത്യാസമുണ്ട്. പലർക്കും പല വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ എല്ലാം ഓരോരുത്തരുടെ അനുഭവങ്ങളല്ലേ, നമ്മൾക്ക് തോന്നണ്ടേ. ഇപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്ത് നിർബന്ധിച്ചിട്ട് ഇന്ന അമ്പലത്തിൽ പോകണം, അവിടെ പോയാൽ നല്ലതാണ് എന്ന് പറയുന്നത് അത് അവരുടെ വിശ്വാസമല്ലേ. നമ്മൾക്കൊരു വിശ്വാസം തോന്നണ്ടേ, നമ്മൾക്ക് ആ അമ്പലത്തിൽ പോകണമല്ലേ. നമ്മുടെ മനസ്സിന് തോന്നുകയാണ് ആ അമ്പലത്തിൽ പോയാൽ എനിക്ക് ഒരു മനസ്സിന് ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമുക്ക് തോന്നിയിട്ട് നമ്മൾ പോകുമ്പോഴല്ലേ അതിന് ബലം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ പേര് അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഓക്കെ പറയും. നമ്മളിപ്പോൾ അവർ നമ്മൾക്ക് ദോഷത്തിന് വേണ്ടിയിട്ടല്ലല്ലോ വന്ന് പറയുന്നത്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ വന്ന് പറയുന്നത്. അവർക്ക് ആ ഇടങ്ങളിൽ പോയിട്ട്, ഇപ്പോൾ അമ്പലമായിക്കോട്ടെ ഹോസ്പിറ്റലായിക്കോട്ടെ, ആ ഇടങ്ങളിൽ പോയിട്ട് അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസാണ് അവർ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾക്ക് ചേഞ്ചസ് ഉണ്ടാവും. പല കാര്യങ്ങളും നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് സംഭവിക്കുന്ന സെയിം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കണം എന്നില്ല അല്ലേ. അതിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ആയാലും ഒരു എന്താ പറയുക ആരാധനാലയമാണെങ്കിലും അവിടെ പോയി ചില വഴിപാടുകൾ ചെയ്തിട്ട് നമ്മൾക്ക് നല്ലത് വന്നു, അല്ല ഓരോ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് നല്ലത് വന്നു എന്നൊക്കെ പറയാം. പക്ഷേ എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടണം എന്നില്ല. നമ്മളുടെ ഇപ്പോൾ ഒരു അസുഖത്തിൻ്റെ കാര്യമാണെങ്കിൽ ആ അസുഖത്തിൻ്റെ എത്രത്തോളം ആ കുട്ടീനെ അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ആ കുട്ടിക്ക് വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്. ചിലപ്പോൾ മറ്റു കുട്ടിക്ക് ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ ആരാധനാലയങ്ങളെന്ന് പറയുന്നത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും അത് നമ്മളുടെ മനസ്സിന് തോന്നണം. നമ്മൾക്ക് തോന്നിയിട്ട് നമ്മൾ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് ബലം കാണുകയുള്ളൂ. ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര രീതിയിൽ ഫോഴ്സ് ചെയ്യേ അമ്പലത്തിലേക്ക് എന്തായാലും കണ്ണനൊക്കെ കൊണ്ടുപോകും, അവിടെ പോയി കഴിഞ്ഞാൽ കണ്ണൻ എന്തായാലും മാറ്റം വരും. അപ്പോൾ ഞാൻ പറയാം ഞങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ, താല്പര്യമല്ല ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോവാം എന്ന് പറയും. പക്ഷെ പിന്നെ അവരങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും പലരും. പക്ഷേ അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഒരാൾ ഫോഴ്സ് ചെയ്ത് നമ്മളെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മനസ്സുഖം നമുക്ക് എന്തായാലും അത് കിട്ടില്ല. നമ്മൾക്ക് തോന്നിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമ്മൾക്ക് അതിനൊരു റിസൾട്ട് എപ്പോഴും കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കണ്ണനെ കിടത്താതെ ഞാനിങ്ങനെ വർക്കൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ ഞാനങ്ങനെ അവനിരുത്താനൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ താഴെ ഇരുത്തുമ്പോൾ എല്ലാവരും പറയുന്നത് പോലെ കോർണർ സീറ്റ് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പക്ഷേ അത് നമുക്ക്
ഒരു കോർണർ സീറ്റായിട്ട് അങ്ങനെ വാങ്ങാൻ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് അളവൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും ബെറ്റർ. അത് എന്താ ആശാരി പണിക്കാരും വേണം, അതുപോലെ തന്നെ നമ്മുടെ അപ്പോൾസ്ട്രി ചെയ്യുന്ന അവരുടെയും കൂടെ വർക്ക് രണ്ടും ചെയ്തിട്ടാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ അപ്പോൾസ്ട്രി എന്തെങ്കിലും ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാനത് കുറച്ച് നാളായി വിചാരിച്ചു, പക്ഷേ എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലതാണ് കാരണം അങ്ങനെ താഴേക്ക് ഇരുത്തുമ്പോൾ നല്ല ഒരു ഇതാണ്. അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അതൊന്നും ഇല്ലാത്തത് കാരണം അങ്ങനെ ഇരുത്തിയതാണ്. അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ കോർണർ സീറ്റ് ഇല്ലെങ്കിൽ തന്നെ കോർണറിൽ കൊണ്ടുവന്ന് ഇരുത്താം. പക്ഷേ നമ്മളുടെ ഇങ്ങനെ മൂലകളെന്നൊക്കെ പറയുന്നത് എല്ലാ മൂലകളിലും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ മൂലകളിലൊന്നും ഇരുത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കണ്ണനിങ്ങനെ കുഷ്യനും പില്ലോയും ഒക്കെ വെച്ചിട്ട് ടി വി കാണാറുണ്ട് കേട്ടോ. ഞങ്ങൾ ടി വിയും വെച്ചിട്ടുണ്ട്. എൻ്റെ പണി നടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. കണ്ണൻ നല്ല രീതിയിൽ അവൻ്റെ വിശപ്പ് മാറി, അവൻ്റെ കുളി കഴിഞ്ഞു, അവൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, അവൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനിങ്ങനെ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതും എന്നോട് സഹകരിച്ച് അവനിരിക്കണം. അവൻ ടി വി കാണുന്നുണ്ട്, അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി അവനടുത്തത് വിശക്കുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ അതൊക്കെ നിർത്തി വയ്ക്കും, അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നീങ്ങും. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എഫ് ബിയിൽ ഫോളോവേഴ്സ് കൂടി വരുന്നതിനനുസരിച്ച് തന്നെ അതിൽ ചില ഭയങ്കര നെഗറ്റീവ് കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം എനിക്കതെന്തോ വലിയ വിഷയമൊന്നുമില്ല. നമ്മുടെ യൂട്യൂബിൽ അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ. യൂട്യൂബിൽ എനിക്ക് അങ്ങനെ തീരെ അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും ഇടണമെന്ന് വെച്ചിട്ട് ഇട്ടിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഒന്നുമല്ല. അതിങ്ങനെ ഓരോരുത്തർ പുഷ് ചെയ്തിട്ട് ഇടിപ്പിച്ചിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ ആയിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. പക്ഷേ എഫ് ബിയിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഇടയ്ക്ക് നെഗറ്റീവ്സൊക്കെ കേൾക്കാം. അപ്പം അത് കേൾക്കുമ്പോൾ ചില സമയത്തൊരു ചെറിയ വിഷമമൊക്കെ തോന്നുമെങ്കിലും ആരൊക്കെ പറഞ്ഞതുപോലെ നമുക്കങ്ങനെ നെഗറ്റീവ് കമൻസ് വന്ന് നമ്മളൊന്ന് എയറിൽ പോയിട്ട് താഴെ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ വീഡിയോ വൈറലായിട്ടുണ്ടാവും, നമ്മളുടെ പേജൊക്കെ നല്ല റീച്ച് ആയിട്ടുണ്ടാവും. ഞാൻ അതേ വിചാരിക്കുന്നുള്ളൂ. നമുക്കിങ്ങനെ നെഗറ്റീവായിട്ട് കമൻസ് വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ പോയിട്ട് അതിന് റിപ്ലൈ കൊടുക്കും. അപ്പോൾ അവർ തിരിച്ചെന്തെങ്കിലും അവരെ എടുത്ത് ചൊറിയാൻ നിൽക്കും. ചൊറിച്ചിലും മാന്തലൊക്കെ ആയിട്ട് കമൻസുകളുടെ എണ്ണം അങ്ങോട്ട് കൂടും, വീഡിയോ സജഷനിൽ കയറും, വീഡിയോ നല്ല രീതിയിൽ വൈറലാവും. ഇതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഇടുന്ന ആളുകൾക്ക് അറിയുന്നില്ല, അവർ ഈ നെഗറ്റീവാണെങ്കിലും എന്താണെങ്കിലും ഇട്ട് പോകുമ്പോൾ അത് നമ്മൾക്ക് നല്ലതാണ് വരുത്തി വയ്ക്കുന്നതെന്നുള്ളത് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും ഇപ്പം നമ്മളുടെ വീഡിയോസിൽ നെഗറ്റീവ്സ് പറയാനുള്ളത് വയ്യാത്ത കുഞ്ഞിനെ പബ്ലിക്കിനെ കാണിക്കുന്നു എന്ന്. അത് എനിക്കൊരു തെറ്റായിട്ട് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. വയ്യാത്ത കുഞ്ഞ് എന്നൊരു ബാഡ്ജ് ഞാൻ അവന് കൊടുത്തിട്ടില്ല. അവനെന്നല്ല, ഏതൊരു കുട്ടീനെ കാണുമ്പോഴും ഇപ്പോൾ ഓട്ടിസം ആയിക്കോട്ടെ, CP ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമ്മൾ അവരെ വയ്യാത്ത കുഞ്ഞു എന്നുള്ളൊരു മുദ്ര കുത്തി നമ്മൾ അവരെ കാണുന്നില്ല. അവർ കുട്ടികളാണ്, അവർക്ക് ഇങ്ങനൊരു അവസ്ഥയിൽ അവർ ജീവിച്ച് പോകുന്നു എന്ന് വിചാരിച്ചിട്ട് അവരെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ട ഒരു ഇതുമില്ല. നമ്മൾ അവരെ ഏറ്റവും മുൻപന്തിയിലേക്കാണ് കൊണ്ടുവരാനായിട്ട് നോക്കേണ്ടത്, അല്ലേ? നമ്മൾ അവരെ പുറകോട്ടല്ല കൊണ്ടുപോകാനായിട്ട് നോക്കേണ്ടത്. നമ്മൾ അവരെ ഏറ്റവും മുൻപന്തിയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാനാണ് നമ്മൾ എല്ലാവരും. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഇവരെ എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുപ്പിച്ച് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാ ടീച്ചേഴ്സാണെങ്കിലും അങ്ങനെയുള്ള ഓരോരോ സംഘടനകളാണെങ്കിലും ഒക്കെ എഫേർട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ മോനെ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ആക്റ്റീവ് ആക്കാനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ആക്റ്റീവ് ആക്കാനും ഒക്കെ ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു മോശം കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. സാധാരണ കുഞ്ഞുങ്ങളെയൊക്കെ വീഡിയോസിൽ കാണിക്കാം, അവരുടെ ആക്ടിവിറ്റീസ് കാണിക്കാം, ഡാൻസോ പാട്ടോ കാര്യങ്ങളൊക്കെ കാണിക്കും. ഇവർക്ക് അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് നമ്മളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് ഇങ്ങനെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു നെഗറ്റീവ് കാര്യമായി മാറുന്നത് എനിക്കറിയില്ല. അതിൽ നെഗറ്റീവ്സ് കണ്ടുപിടിക്കുന്നവരുടെ മനസ്സിൻ്റെ ഒരു വലിപ്പക്കുറവെന്ന് മാത്രമേ നമുക്കതിന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതിലത്തെ നന്മ കണ്ടുപിടിക്കാനായിട്ട് അറിയുന്നവരുടെ മനസ്സ് വലിയ വിശാല മനസ്കത തന്നെയാണ്. അല്ലാത്തവരുടെയൊക്കെ മനസ്സിൻ്റെ ദൂഷ്യമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ കുറവാണ്, അല്ലാതെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ നമ്മൾക്കും അല്ല അവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അത് അവർക്കാണ്, അവരുടെ ദുഷിച്ച മനസ്സിൻ്റെയാണ് അവർക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്. പിന്നെ പലരും പറയുന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് അത് ചെയ്ത്
ഇത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റ് വേണം നമ്മൾക്ക്. ഇപ്പോൾ ഫിറ്റ്സ് വരാതിരിക്കാനാണെങ്കിലും ബോഡി ടൈറ്റ് ആവാതിരിക്കാനുള്ള ടാബ്ലറ്റ്സുകളാണെങ്കിലും അതൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. പിന്നെ ഈ മസിൽസ് ലൂസായി പോകാനായിട്ടുള്ള തെറാപ്പികൾ അത് അത്യാവശ്യമാണ്. ഇതൊക്കെ നമ്മൾക്ക് ഓരോ ഡോക്ടേഴ്സിനും തെറാപ്പിസ്റ്റുകൾക്കൊക്കെ നമ്മൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ കൂടെ ഏറ്റവും അധികം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവരുടെ പാരൻസിന് തന്നെയാണ് സാധിക്കുക. നമ്മൾ വീട്ടിൽ അവർക്ക് എത്രത്തോളം നമ്മൾക്ക് അവരെ വീട്ടിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, ഓരോ എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നു. മെൻ്റലി ആണെങ്കിലും നമ്മൾ എപ്പോഴും അവരോട് സംസാരിച്ചും കൊണ്ടിരിക്കണം. അവർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാത്ത കുട്ടികളാണ്, റൂമിൽ അടച്ചിടുക, അവർ പുറം ലോകം കാണിക്കരുതെന്ന് ധാരണയുള്ള ആളുകളാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടേക്കും അവരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇപ്പം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇരുന്ന് വർത്താനം പറയുകയാണ്, അപ്പോൾ അവിടെ അവർ വേണം, അവരറിയണം നമ്മളുടെ ഫാമിലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹം. അവർക്ക് മനസ്സിലാക്കുന്നത് അവർ മനസ്സിലാക്കട്ടെ, അവർക്ക് അറിയാൻ പാടില്ലാത്തത് വേണ്ട, അത് വിട്ട് കളയാം. പക്ഷെ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കട്ടെ. അങ്ങനെ എല്ലാവരുടെയും അവരെ നമ്മൾ ഉൾപ്പെടുത്തിയും കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓരോരോ കുഞ്ഞു ഇപ്പോൾ കല്യാണിയൊക്കെ ഉണ്ടായതിന് ശേഷം കണ്ണനിൽ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ ഉണ്ടായുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. കുട്ടികളെയൊക്കെ കാണുമ്പോഴുള്ള അവൻ്റെ സന്തോഷം എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ കണ്ണൻ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അവന് ഇപ്പോൾ എന്താ പറയുക, ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിനപ്പുറം നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ, ചേഞ്ചസുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരു അമ്മ എന്ന നിലയിൽ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ടി വിയിലേക്ക് എത്തിച്ച് നോക്കുകയാണ് ടി വി കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.